ഹലോ, ഞങ്ങളിന്ന് നമ്മുടെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും ഫ്രാൻസിലെ കോൾമാർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ 3 ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും കോൾമാറിലേക്ക് 2.5 മണിക്കൂറാണ് യാത്ര. ഇപ്പൊ ഏകദേശം ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ കോൾമാർ എത്താറായിട്ടുണ്ട്. നമ്മൾ ഫ്രാൻസ് കയറി കോൾമാർ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ പോകുന്ന വഴിയിലേക്ക് 2 സൈഡും കൃഷിസ്ഥലങ്ങളാണ്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്തത് ഒഗസ്തി ബർത്തോളി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം കോൾമാർക്കാരനായിരുന്നു. അപ്പം നമ്മുടെ ഈ ഫ്രാൻസുകാരാണ് അമേരിക്കക്കാർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അതേപോലെ തന്നെ അതിന്റെ ഒരു ചെറിയൊരു രൂപമാണ് കേട്ടോ നമ്മളിപ്പം വരുന്ന വഴിക്ക് കണ്ടതും. വടക്കുകിഴക്കൻ ഫ്രാൻസിലെ അൽസാസ് മേഖലയിലെ ഒരു മനോഹരമായ ടൗൺ ആണ് കോൾമാർ. ഈ കിടക്കുന്നത് മാതളമാണ്. മാതളത്തിന്റെ ചെടിയാണ് നിൽക്കുന്നത്. മാതളം അതിന്റെ നല്ല വിളഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ആയിരത്തി 1953 സ്ഥാപിതമായ ഫ്രാൻസിലെ ഏറ്റവും പഴയ ടൂറിസ്റ്റ് റൂട്ടുകളിൽ ഒന്നായി കോൾമാറിനെ കണക്കാക്കപ്പെടുന്നു. അൽസാസ് വൈൻ റൂട്ടിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോൾമാർ എന്ന് പറയുന്നത് ഹാഫ് ടിമ്പേർഡ് ഹൗസസ്, കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ്, കനാൽസ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ടൗൺ. ചരിത്രപരമായ ഭൂതകാലം കാരണം ഫ്രഞ്ച്, ജർമ്മൻ സ്വാധീനങ്ങളുടെ ഒരു സവിശേഷ മിശ്രിതം ഇവിടെയുണ്ട്. ഇത് വ്യത്യസ്തമായ ഭക്ഷണം, സംസ്കാരം എന്നിവയ്ക്ക് കാരണമാകും. ഈ ഒരു ഓൾഡ് ടൗണിൽ കൂടുതലും ഭംഗി നൽകുന്നത് ഹാഫ് ടിമ്പേർഡ് ഹൗസുകളാണ്. പണ്ട് കാലത്ത് പെയിന്റുകളും മറ്റും അവൈലബിൾ അല്ലായിരുന്നു. ആ ഒരു ടൈമിൽ ഇവർ ബിൽഡിങ്ങുകളുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ടിമ്പർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് ടിമ്പറൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്തിരുന്നത്. അതിന്റെ ഭിത്തി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വാറ്റിൽ എന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തത്. അതായത് ഫ്ലെക്സിബിൾ ചെടികളുടെ ബ്രാഞ്ചസ് യൂസ് ചെയ്ത് അത് മതില് പോലെ കെട്ടും. എന്നിട്ട് അതിന്റെ മുകളിൽ അവര് കവ് അല്ലെങ്കിൽ ഹോൾസ് അതിന്റെ ചാണകവും മഡും ക്ലേയും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന്റെ മുകളിൽ അന്നത്തെ കാലത്ത് ഏത് കളറാണോ അവൈലബിൾ ആയിരുന്നത് ആ ഒരു കളറും അപ്ലൈ ചെയ്യും. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഇവിടെയുള്ള ബിൽഡിങ്ങുകളും മറ്റും കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. കണ്ടോ, ഈ കാണുന്നതെല്ലാം ഹാഫ് ടിമ്പേർഡ് ഹൗസുകളാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഇതിപ്പോ ഇവിടെ നടന്നു കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് ട്രെയിനും ഉണ്ട്. ഈ കാണുന്നതിൽ ഭൂരിഭാഗവും പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. വളരെയധികം മനോഹരമായിട്ടാണ്, വളരെയധികം നന്നായിട്ടാണ് കേട്ടോ അവരിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിനിയിപ്പം അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ലിറ്റിൽ വെനീസ് ഓഫ് കോൾമാർ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. പണ്ട് കാലത്ത് മീൻപിടുത്തക്കാരും അതേപോലെ തന്നെ ലെതർ ഉണ്ടാക്കിയിരുന്നവരും കൃഷിക്കാരും ഒക്കെ താമസിച്ചിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്.
ഈ ഒരു ടൗണിലൂടെ ഒഴുകുന്ന നദി ലൗച്ച് എന്ന് പറയുന്ന ഒരു നദിയാണ്. ഇതിലൂടെ ബോട്ടിങ്ങും ഉണ്ട്. ബോട്ടിങ്ങിന്റെ റേറ്റ് ഒരു 35 മിനിറ്റിന് അഡൽട്ടിന് 9 യൂറോയും 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 യൂറോയുമാണ് ടിക്കറ്റ് റേറ്റ്. ഈ ഒരു റിവറിൻ്റെ 2 സൈഡുകളിലും കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിങ്ങിൽ പോകുമ്പോഴേക്കും ഇവിടെ കുറേ ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. ഈ ഓരോ ബ്രിഡ്ജുകളും പണ്ടത്തെ കാലത്തെ ബ്രിഡ്ജുകൾ തന്നെയാണ് കേട്ടോ. വളരെയധികം പഴക്കമുള്ള ബ്രിഡ്ജുകളാണ്. അവർ ഇതുവരെ അത് പൊളിച്ച് കളഞ്ഞിട്ടില്ല. വളരെയധികം നന്നായിട്ട് തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും. ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തേക്ക് ബോട്ട് കയറുമ്പോഴേക്കും നമ്മൾ തല കുനിക്കണം, ഇല്ലെങ്കിൽ തല മുട്ടുവേ. പണ്ട് കാലത്ത് ഈ ഒരു ബിൽഡിങ്ങുകളിലൊക്കെ താമസിച്ചിരുന്നത് കൃഷിക്കാരും മീൻപിടുത്തക്കാരും ലെതർ ഉണ്ടാക്കുന്നവരും ഇറച്ചി വെട്ടുകാരും ഒക്കെ ആയിരുന്നേ. അവരവരുടെ ജോലികളെ റെപ്രസെന്റ് ചെയ്തായിരുന്നു ഓരോ ബിൽഡിങ്ങുകൾക്കും കളറുകളും കൊടുത്തിരുന്നത്. ഇറച്ചി വെട്ടുകാരാണെങ്കിൽ അത് റെഡ് കളർ ആയിരിക്കും, ഗ്രീൻ കളർ കൃഷിക്കാരുടെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു, ബ്ലൂ കളർ ആണെങ്കിൽ അത് മീൻപിടുത്തക്കാരുടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. ഈ വരുന്ന ട്രെയിനാണ് കേട്ടോ ടൂറിസ്റ്റ് ട്രെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ടൂറിസ്റ്റ് ട്രെയിനും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ നിന്ന് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ പണ്ട് ബുക്കുകളിലും മറ്റേ നോട്ട്ബുക്കിൻ്റെ പുറത്തും മറ്റും കണ്ടിരുന്ന സ്ഥലം പോലെയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് മാർക്കറ്റ് ഹാളിലാണേ. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ചെറിയ ചെറിയ കടകളുണ്ട്. ആയിരത്തി 1865 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ആണ് ഇത്. ഇതിനെ യൂസ് ചെയ്തേക്കുന്നത് ബ്രിക്കും മെറ്റൽ ഫ്രെയിംസും യൂസ് ചെയ്താണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ 20ഓളം കടകളാണ് കേട്ടോ ഉള്ളത്. നിരവധി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേക്കറി, പേസ്ട്രി, മത്സ്യ കച്ചവടം, ഇറച്ചിക്കടകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു മാർക്കറ്റ് മൺഡേ ടു സൺഡേ ഓപ്പൺ ആയിരിക്കുവേ. അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം മൺഡേ ടു തേഴ്സ്ഡേ 8 മുതൽ 6 മണി വരെയും, ഫ്രൈഡേ 8 മുതൽ 7 മണി വരെയും, സാറ്റർഡേ 8 മുതൽ 5 മണി വരെയും, സൺഡേ 10 മുതൽ 2 മണി വരെയുമാണ്. ഞങ്ങളിപ്പം കോൾമാറിൻ്റെ ഒരു സുവനീർ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒരെണ്ണത്തിന് 5 യൂറോയാണ്, 2 എടുക്കുമെങ്കിൽ 8 യൂറോയാണ് റേറ്റ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കുരുമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തെ പ്രൗഢി കാണിക്കുന്ന വളരെയധികം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മളിപ്പം കണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിനിപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് അൽസാസ് വൈൻ റൂട്ടിലേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.